ആലപ്പുഴ ബീച്ചിൽ ഞാനും ബ്രോയുമായിട്ട് പോയി. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അവിടെ അക്വ ഇപ്പോൾ ഉണ്ടായിരുന്നു. അക്വ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ടിക്കറ്റിന് ഭയങ്കര ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഒരാൾക്ക് 120 രൂപയാണ്. രണ്ട് ക്യൂ ഉണ്ട്. ഒന്ന് ജി പേ ക്യൂ ഉണ്ട്, ഒന്ന് ക്യാഷ് ക്യൂ ഉണ്ട്. ക്യാഷിൻ്റെ ക്യൂ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. അവിടെ അകത്തേക്ക് കയറിയപ്പോൾ നടന്ന് പോയപ്പോൾ എല്ലാവരും കുരിഞ്ഞ് നിൽക്കുന്നത് എന്തോ കാര്യത്തിന് വേണ്ടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ സംഭവം നോക്കിയപ്പോൾ അവിടെ ഒരു റോബോട്ട് നിൽപ്പുണ്ട്. അവൻ നമുക്ക് ക്ഷയിക്കാണ്ട് തരും. അപ്പോൾ ഞാൻ പറ്റുമ്പോൾ പുള്ളി എനിക്ക് ക്ഷയിക്കാണ്ട് തന്നു. ആദ്യമൊക്കെ ഒരു കൗതുകം തോന്നി. പിന്നെ ക്ഷയിക്കാണ്ടായി, പുള്ളി പിന്നെയും ക്ഷയിക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം നോക്കിയപ്പോൾ റിമോട്ട് വെച്ച് ആൾ കണ്ടുകൊണ്ടിരുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഭാഗത്ത് നിന്ന് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്ക് ചെയ്യുന്നത് കണ്ടായിരുന്നു. പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ക്രിസ്റ്റഫർ പപ്പേന ഉടുപ്പമായിട്ടൊരു ആളിപ്പുണ്ട്. പക്ഷെ പുള്ളി അനങ്ങണമെന്നില്ല. ഞാൻ കുറേ കാണിച്ചു നോക്കി. ഈ കണ്ണ് ചിമ്മുന്ന അല്ലാതെ പുള്ളി ക്ഷയിക്കാനൊന്നും തരുന്നൊന്നുമില്ല. കുറച്ചേരം അവിടെ നിന്നു. ഞാൻ പുള്ളിയായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞാൻ പതുക്കെ അകത്തോട്ട് കയറി. അകത്ത് കയറിയപ്പോൾ എന്താ പറയുക, നല്ല രസമുണ്ട് ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാൻ വേണ്ടി. ഈ തൂക്കിയിട്ടിരിക്കുന്ന മാലോര സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ഷെയ്ക്ക് തരാൻ വേണ്ടി. പുള്ളിയുടെ നിന്ന് ഷെയ്ക്ക് ഹാൻഡ് മേടിച്ചിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് പോയത്. ഞാൻ പിന്നെ ഷെയ്ക്ക് ഹാൻഡ് മേടിച്ചു. വിനീത് പോയിക്കാൻ താല്പര്യമില്ലായിരുന്നു ഷെയ്ക്ക് ഹാൻഡ് മേടിക്കാനായിരുന്നു. ഈ പിള്ളേരെ കണ്ടപ്പോൾ ഞാനടുത്ത് കുഞ്ഞുണ്ണീനെ മിസ് ചെയ്യുന്നു. പാവം അവനെയും കൊണ്ടുവന്നില്ല. വേറൊന്നുമല്ല, അവന് നാളെ എക്സാം ആയതുകൊണ്ടാണ് അവനെ കൊണ്ടുവരാഞ്ഞത്. പക്ഷേ ഇതൊക്കെ കണ്ട പുള്ളി തകർത്തന്നെ. പുള്ളി ഇതൊക്കെ കണ്ടുവച്ചിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞാൽ പുള്ളി ക്ലേ വെച്ച് ഉണ്ടാക്കിയത്. ക്ലേ വെച്ച് മോഡലിങ്ങാണ് ഇപ്പോൾ പുള്ളിയുടെ പ്രധാന ഹോബി. ആനേനെയും കുതിരേനെയും ഡൈനോസറിനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് പുള്ളിയുടെ മെയിൻ ഹോബി. ഇപ്പോൾ കഴിഞ്ഞ് അകത്തേക്ക് ചെന്നപ്പോഴാണ് അവിടെ ഈ മഞ്ഞ് കൊണ്ട് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചെടുക്കുമ്പോൾ ശരിക്കൊരു എഫക്റ്റ് കിട്ടുന്നില്ല. അതിന് കാണാൻ നല്ല ഭംഗിയായിരുന്നല്ല. അവിടെ ഈ ഇതിലൊക്കരടിയുണ്ട്, പെൻഗിനുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യാമറയേക്കാളേറെ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു. എല്ലാം നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അതിനൊക്കെ. അപ്പോൾ അവിടെ 2-3 സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ വീട് വെച്ചിട്ടുണ്ട്, മഞ്ഞ് മനുഷ്യൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് മഞ്ഞ് മനുഷ്യൻ്റെ സിനിമ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടപ്പോൾ അത് ഓർത്തു. കാരണം ഒരു കൊച്ചിൻ്റെ അച്ഛൻ ഇങ്ങനെ ഇംഗ്ലീഷ് സിനിമയാണ്. കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു പോകും. അപ്പോൾ മഞ്ഞ് സമയത്ത് ഈ കൊച്ചിൻ്റെ അച്ഛൻ ആത്മാവ് ഈ മഞ്ഞ് മനുഷ്യൻ്റെ മേത്ത് കയറി വരുന്നതായിട്ട് അതൊക്കെ ഓർത്ത് ഞാൻ. അതിന് അകത്തേക്ക് പോയപ്പോഴാണ് അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്വേറിയം അതെല്ലായിടത്തും ഉള്ള പോലെ തന്നെ മീനിൻ്റെയൊക്കെ വലിയ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മത്സ്യകന്യകയുടെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെയിനായിട്ടും വെറൈറ്റി അതിനകത്ത് പറയാനുള്ളത്. പിന്നെ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ സെറ്റിട്ടടുത്ത് മറ്റേ ഈ ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈടകത്തുള്ള മൂവി സീനിലെ പൂക്കൾ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിനകത്ത് പിന്നെ അക്വാഷയിലേക്ക് പോയി. അക്വേറിയംസ് പല ടൈപ്പ് മീൻ, ഗപ്പി, മറ്റേ ഓസ്കാർ, അരോണ ഇല്ലായിരുന്നു, അങ്ങനെ പല വലിയ ടൈപ്പ് മീനുകൾ. കൂടുതലും വലിയ ഷാർക്കും മറ്റേ ഓസ്കാറൊക്കെയായിരുന്നു ഇഷ്ടംമാതിരി അതിനകത്ത് ഉണ്ടായിരുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാം. പിന്നെ നമുക്ക് അടിക്കൂടി പോകാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു മേളിൽ അക്വേറിയം. അപ്പോൾ കടലിനടി നിൽക്കുന്ന പോലെ ഇരിക്കും നമുക്ക് ആ ഫീലായിരുന്നു കൂടുതലും. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എറണാകുളത്ത് നടന്ന അക്വാഷയെക്കുറിച്ച് ഓർത്തു. അവിടെ ആകുമ്പോൾ ഇടയ്ക്ക് അക്കമാനൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. അവിടെ മീൻ തന്നെ കാണിച്ചിട്ടുള്ളൂ ഇതിനകത്ത് എല്ലാം കൂടുതലും. കാണാൻ മാത്രം ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിരുന്നു എല്ലാം. എന്നെ സംബന്ധിച്ചോളം അക്വേറിയം എത്ര കണ്ടാലും എനിക്ക് മതി വരികയില്ല. പണ്ടോട്ടേ എനിക്ക് മീൻ വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എവിടെയൊക്കെ അക്വേറിയം ഉണ്ടെങ്കിലും ഞാൻ പോകും.
എത്ര പ്രാവശ്യം കണ്ടാലും പിന്നെയും കണ്ടുകൊണ്ടേയിരിക്കും ആണ് എൻ്റെ ഒരു കാര്യം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മീനെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ മത്സ്യകന്യകയുടെ ഇതുണ്ടായിരുന്നു. മത്സ്യകന്യകനെ കുറേ നേരമായിട്ടും വെയിറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാർ പുറത്തേക്ക് വന്നത്. വിഷമിച്ചൊന്നും ഒറ്റയ്ക്കുള്ളെന്ന് തോന്നുന്നു. ഷിഫ്റ്റാണെന്ന് അറിയാൻ മേല. അപ്പോൾ ഇങ്ങനെ കുറേ നേരം പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് വിഷമിച്ചിട്ട് മേളിൽ പോയി റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് ആൾ പുറത്തേക്ക് വന്നത്.